മോഹൻലാൽ മേജർ രവി കൂട്ടുകെട്ടിലെ ആറാമത്തെ ചിത്രം പഹൽഗാം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. മോഹൻലാൽ മേജർ രവി കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന അഭ്യൂഹങ്ങൾ പുറത്തുവരാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഈ വർഷം മെയ് മാസത്തിൽ നിർമ്മാതാവ് അനൂപ് മോഹൻ പങ്കുവച്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നാണ് ഈ അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയത്. മോഹൻലാലും മേജർ രവിയും ഒന്നിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം പോസ്റ്റിൽ സൂചിപ്പിച്ചിരുന്നു. വാർത്തകൾക്കു പിന്നാലെ സംവിധായകൻ മേജർ രവി തന്നെ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മൂകാംബികയിൽ തന്റെ പഹൽഗാം തിരക്കഥ പൂജയ്ക്ക് വയ്ക്കുന്ന ചിത്രങ്ങൾ അദ്ദേഹം തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ മഹാദേവ് തുടങ്ങിയ സൈനിക മുന്നേറ്റങ്ങളെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചിത്രത്തിൽ പഹൽഗാം OP സിന്ദൂർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ സിനിമയിൽ മോഹൻലാൽ മേജർ മഹാദേവനായി തിരികെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെയും അതേ തുടർന്നുണ്ടായ ഇന്ത്യൻ സൈനിക നടപടിയെയും ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത്. പ്രസിഡൻഷ്യൽ മൂവീസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയ്ക്കായി പല ഇൻഡസ്ട്രികളിൽ നിന്നുള്ള ഗംഭീര ടെക്നീഷ്യൻസ് ഒന്നിക്കുന്നു എന്ന് സൂചനകളുണ്ട്. പേട്ട, 24, ജനതാ ഗാരേജ്, മരക്കാർ തുടങ്ങിയ സിനിമകൾക്കായി ക്യാമറ ചലിപ്പിച്ച തീരുവാണ് ചിത്രം മേജർ രവി മോഹൻലാൽ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിക്കുക. 1971 ബിയോണ്ട് ബോർഡേഴ്സിലാണ് മേജർ രവി മോഹൻലാലും അവസാനമായി ഒന്നിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ ഈ കൂട്ടുകെട്ടിൽ പിറക്കുന്ന ആറാമത്തെ ചിത്രമായിരിക്കും പഹൽഗാം OP സിന്ദൂർ. സൈനിക പശ്ചാത്തലത്തിലുള്ള കീർത്തിചക്ര, കുരുക്ഷേത്ര, കാണ്ഡഹാർ, 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്നീ സിനിമകൾക്കും ആക്ഷൻ ത്രില്ലറായ കർമ്മയോധയ്ക്കും ശേഷമാണ് ഇരുവരും വീണ്ടും ഒന്നിക്കുന്നത്. വിരമിച്ച ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥനും മുൻ NSG കമാൻഡോയുമായ മേജർ രവിക്ക് ആദ്യ ചിത്രമായ കീർത്തിചക്രയ്ക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരുന്നു. പ്രസിഡൻഷ്യൽ മൂവീസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് 2024 മേജർ രവിയുടെ സംവിധാനത്തിൽ തമിഴ് നടൻ ശരത് കുമാറിനെ നായകനാക്കി ഓപ്പറേഷൻ റാഹത്ത് എന്ന പേരിൽ മറ്റൊരു ചിത്രം പ്രഖ്യാപിക്കുകയും അതിന്റെ ടീസർ പുറത്തിറക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ചിത്രത്തിന്റെ മറ്റു വിവരങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. 2025 ഏപ്രിൽ 22 നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് പഹൽഗാം OP സിന്ദൂർ എന്ന ചിത്രത്തിന്റെ ഇതിവൃത്തം ജമ്മു കാശ്മീർ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് ഭീകരർ നടത്തിയ ആ ആക്രമണത്തിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. ഈ സംഭവത്തെ തുടർന്ന് 2025 മെയ് 7 ഇന്ത്യൻ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ ദൗത്യത്തിലൂടെ തിരിച്ചടിച്ചു. സമീപകാലത്ത് നടന്ന ഏറ്റവും നിർണായകമായ ഭീകരവിരുദ്ധ ഓപ്പറേഷനുകളിൽ ഒന്നായി ഇത് മാറി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.